നമസ്കാരം, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. നമ്മൾ ഫിസിക്സ് ക്ലാസ്സിന്റെ ലൈറ്റ് എന്നുള്ള ഒരു പോർഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ 4ാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ ലൈറ്റിന്റെ ഇൻട്രോ സെഷൻ പഠിച്ചു, പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു, അതിനുശേഷം ലൈറ്റ് ഫിനോമിന പഠിച്ചു, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് മിറർ ലെൻസ്. ഈ ലൈറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനും, അതായത് ലൈറ്റ് എന്നുള്ള ആ പറയുമ്പോൾ തന്നെ നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന പോർഷൻ ആണ് മിറർ ലെൻസ്. അപ്പം മിറർ ആൻഡ് ലെൻസ് അതിലേക്ക് പോകാം. ദർപ്പണമാണ് മിറർ. ഓക്കെ, മിറർ. ഈ മിററിന്റെ പ്രതിഭാസം ഏതാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. അപ്പം മിറർ അല്ലെങ്കിൽ ദർപ്പണം. ഇനി ഏതൊക്കെ മിറർ ആണ് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നത്? കോൺകേവ് മിറർ ഉണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്, പ്ലെയിൻ മിറർ ഉണ്ട്. പ്ലെയിൻ മിറർ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മൾ കണ്ണാടി നോക്കുന്നതല്ലേ, അതാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് അതിന്റെ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും പ്ലെയിൻ മിററിന്റെ എവിടേക്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ കോൺകേവ് മിറർ ആണ്. കോൺകേവ് ആണ്. ഇതാണ് കോൺകേവ് മിറർ. നോക്കിക്കേ, ഉള്ളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഉള്ളിലേക്ക് വരുന്നു, കേവ് പോലെ വരുന്നു. അതിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെയാണ് നമ്മൾ ഈ ഒരു റേ ഡയഗ്രാം ഒക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പം റേ ഡയഗ്രാമിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പൊ ഇതാണ് കോൺകേവ് മിറർ. ഇനി ഇതിന്റെ മലയാള പദം നോക്കിക്കേ, അവതല ദർപ്പണം. അവതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം എന്ന് ഓർത്താൽ മതി. താഴ്ഭാഗം അല്ല, ഉൾഭാഗം. അതാണ് അവതല ദർപ്പണം. ഓക്കെ, ഇനി എവിടേക്കാണ് ആപ്ലിക്കേഷൻ വരുന്നത് നോക്കിക്കേ. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കോൺകേവ് മിറർ ആണ്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളിലുള്ള കണ്ണാടി അല്ലെങ്കിൽ ഷേവിംഗ് കണ്ണാടി എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആണ്. പിന്നെ മേക്കപ്പ് കണ്ണാടി, അതൊക്കെ ഡ്രസ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കണ്ണാടി എല്ലാം കോൺകേവ് മിറർ ആണ്. പിന്നെ നമ്മുടെ ഡെന്റിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആ പല്ലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒഫ്താൽമോളജിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മിറർ എന്ന് പറയുന്നതും കോൺകേവ് മിറർ ആണ്. ഏറ്റവും ലാസ്റ്റില് സോളാർ കുക്കറിൽ യൂസ് ചെയ്തിരിക്കുന്ന മിററും കോൺകേവ് മിറർ ആണ്. ഓക്കെ, കോൺകേവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കേവ് പോലെ ഇരിക്കുന്നത്, അതാണ് കോൺകേവ് മിറർ. അവതല ദർപ്പണം. ഓക്കെ, അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺകേവ് മിററിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ ഫീച്ചേഴ്സ്, പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഒന്ന് റിയൽ ആണ്. എന്താണ് റിയൽ? അതായത് 2 ടൈപ്പ് ഇമേജുകൾ ഉണ്ട്. ഒന്നിനെ നമ്മൾ റിയൽ ഇമേജ് എന്നും പറയും, അടുത്തത് വെർച്വൽ ഇമേജ് എന്നും പറയും. ഓക്കെ, വെർച്വൽ ഇമേജ് എന്നും റിയൽ ഇമേജ് എന്നും പറയും. ഇനി റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, മിററിന്റെ മുന്നിൽ ഉണ്ടാവുന്ന ഇമേജിനെയാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സൂം മീറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ വെർച്വൽ മീറ്റിംഗ് എന്ന് പറയാറുണ്ടല്ലേ. അതായത് അത് ഓൺലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ വെർച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മിററിന്റെ ബാക്കിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ഇൻ ഫ്രണ്ടിലാണെങ്കിൽ ഇത് മിററിന്റെ ബാക്കിലാണ് ഉണ്ടാവുന്നത്. സോ ഇതാണ് റിയലും വെർച്വലും. ഓക്കെ, അപ്പൊ കോൺകേവ് മിററിന്റെ എന്താണ്? റിയൽ ഇമേജ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിററിന്റെ ഫ്രണ്ടിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. അടുത്തത് നോക്കിക്കേ, ഇൻവേർട്ടഡ്. അടുത്ത 2 ടൈപ്പ് ഇമേജ് ആണ്. ഒന്ന് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, തല കീഴായി. ഇപ്പം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഉണ്ടാവുന്ന ഇമേജ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ കോൺകേവ് മിററിൽ ഉണ്ടാവുന്ന ഇമേജ് എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തല കീഴായിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ. ഒബ്ജക്റ്റ് എങ്ങനെ തന്നെയാണോ അത് തന്നെ ആയിരിക്കും, അങ്ങനെ അതേ ഡയറക്ഷനിൽ അങ്ങനെ നിൽക്കുന്നതിനെയാണ് ഇറക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എൻലാർജ്ഡ് ഇമേജ്. എൻലാർജ് എന്ന് പറഞ്ഞാൽ വലുതാവുന്നു. ഓക്കെ, എൻലാർജ് ഇമേജ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ സ്മോൾ ഇമേജ്. അപ്പം റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ് എന്ന് പറയുന്നത് ഏത് മിററിന്റെയാണ്? കോൺകേവ് മിറർ. അവതല ദർപ്പണത്തിലെ
പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. ഓക്കെ, അടുത്ത മിററിലേക്ക് പോകാം. കോൺവെക്സ് മിറർ. അപ്പുറത്ത് അവതല ദർപ്പണമാണെങ്കിൽ ഇവിടെ ഉത്തല ദർപ്പണമാണ്. ഓക്കെ, നോക്കിക്കേ, കണ്ടോ, ബൾജിങ് ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറർ. ഓക്കെ, ഈ ഉള്ളിലേക്ക് നിൽക്കുന്നതിനെ കോൺകേവ് എന്നും വിളിക്കുന്നു, പുറത്തേക്ക് നിൽക്കുന്നത് കോൺവെക്സ്. ഓക്കെ, മിറർ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ആ പുറം ഭാഗമാണ്. ഔട്ട്വേർഡ്സ് ആയിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. ഇൻവേർട്സ് ആണെങ്കിൽ കോൺകേവ് മിറർ. അപ്പം ഇതിനെ നമ്മൾ ഉത്തല ദർപ്പണം എന്ന് പറയുന്നു. ഉത്തല ദർപ്പണം, അവതല ദർപ്പണവും ഉത്തല ദർപ്പണവും. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിൻകാഴ്ചയ്ക്കുള്ള കണ്ണാടി എന്ന് പറഞ്ഞാൽ റിയർ വ്യൂ മിറർ ആണ്. റിയർ വ്യൂ മിറർ ആണ് നമ്മുടെ വെഹിക്കിൾസിലൊക്കെ വെച്ചിരിക്കുന്ന റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഉത്തല ദർപ്പണമാണ്. ഓക്കെ, ഇനി തെരുവ് വെളിച്ചത്തിലെ റിഫ്ലക്ടറുകൾ. ഓക്കെ, റിഫ്ലക്ടറുകൾ, സ്ട്രീറ്റ് ലൈറ്റിന്റെ ഭാഗത്തുള്ള റിഫ്ലക്ടർ, ആക്സിഡന്റ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു റിഫ്ലക്ടർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, ഇനി സെക്യൂരിറ്റി മിറേഴ്സ്, ഷോപ്പുകളിലൊക്കെ ഉള്ള സെക്യൂരിറ്റി മിറേഴ്സ് എന്ന് പറയുന്നതും കോൺവെക്സ് മിറർ ആണ്. ഇനി അടുത്ത നോക്കിക്കേ, ഈ ഉത്തല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വെർച്വൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, നമ്മൾ അപ്പുറത്ത് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്, എൻലാർജ് ആണ്. എന്തിന്റെ? കോൺകേവ് മിററിന്റെ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ് മിററിന്റെ ഇമേജിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഇത്രയാണ് മിറർ എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട്. ഇനി നമുക്ക് പ്ലെയിൻ മിററും കൂടെ ഉണ്ട്. പ്ലെയിൻ മിറർ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ നോക്കിക്കേ, വെർച്വൽ ആണ്. വെർച്വൽ എന്ന് പറഞ്ഞാൽ മിററിന്റെ ബാക്ക് സൈഡിലാണ് ഇമേജ് ഉണ്ടാവുന്നത്, അല്ലെ? നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിൽക്കുന്നു, ഇമേജ് എവിടെയാണ് കാണുന്നത്? മിററിന്റെ ബാക്ക് സൈഡിലായിരിക്കും. അതുകൊണ്ടാണ് വെർച്വൽ എന്ന് പറയുന്നത്. പിന്നെ ഇറക്റ്റ് ആണ്, അല്ലെ? നമ്മൾ നേരെ നിൽക്കുന്നു, അതേപോലെ തന്നെ ആയിരിക്കും ഇമേജ് നിൽക്കുന്നത്. സോ ഇറക്റ്റ് ആണ്. സെയിം സൈസ് ആണ്, അല്ലെ? എനിക്കിപ്പോ 160 സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ് എങ്കിൽ അത്രയും തന്നെ ഹൈറ്റ് ഉള്ള എന്റെ ഇമേജ് ആയിരിക്കും പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്നത്. അടുത്ത ലാറ്ററലി ഇൻവേർട്ടഡ്. ലാറ്ററലി ഇൻവേർട്ടഡ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ലാറ്ററലി ഇൻവേർട്ടഡ്? ഞാൻ വലത് കൈ ഉയർത്തുകയാണെങ്കിൽ ഇമേജിൽ ഇടത് കൈ ആയിട്ടായിരിക്കും കാണിക്കുന്നത്, അല്ലെ? അപ്പൊ അതാണ് ലാറ്ററലി ഇൻവേർട്ടഡ്. പിന്നീട് നമ്മൾ പഠിച്ചു പെരിസ്കോപ്സിൽ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിററിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം ആണ്. ഇനി ഇവിടെ നമുക്ക് ഒരു പോയിന്റും കൂടെ പഠിക്കാനുള്ളത് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ നേർരേഖ ചലനം. അതായത് ലൈറ്റ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ആണ് നേർരേഖ ചലനം. അതാണ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, സോ അപ്പൊ ഇതാണ് കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ. കോൺകേവ് എന്ന് പറഞ്ഞാൽ അവതല ദർപ്പണം, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഉത്തല ദർപ്പണം, പിന്നെ പ്ലെയിൻ മിറർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്നുള്ള ആ ഒരു പോർഷൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസ് ആണ്. ലെൻസിൽ ഉണ്ടാവുന്ന പ്രതിഭാസം എന്താണ്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം, റിഫ്രാക്ഷൻ. ഇനി ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. ഇവിടെയും നമ്മൾ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും പഠിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 2-3 ടേംസ് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ പവർ എന്ന് പറഞ്ഞാൽ 1/f. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. എഫ് എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഈ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/, എടുക്കുക. അതിനെയാണ് പവർ എന്ന് പറയുന്നത്. പവറിന്റെ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയോപ്റ്റർ. നമ്മൾ അവിടെ വർക്ക് എനർജി പവറിൽ ഒരു പവർ പഠിച്ചിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് അല്ലെ കിലോ വാട്ട്സ് അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്നൊക്കെ പറയുന്നതാണ്. ഇവിടെ ലെൻസിന്റെ പവർ ആണ്, അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ഓക്കെ, അടുത്തത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ളതും ലെൻസാണ്, കോൺവെക്സ് ലെൻസ് ആണ്. അത് നമ്മൾ പഠിക്കും. അപ്പൊ ആ കണ്ണിലുള്ള ആ ലെൻസ് ഉപയോഗിച്ച് കാണുന്ന ഒരു കാഴ്ച നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ
1/16 സെക്കൻഡ് അതിങ്ങനെ നിൽക്കും. ഓക്കെ, നമ്മൾ ആ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും അതിങ്ങനെ കണ്ണിൽ ആ ഒരു ലെൻസിൽ കാണുന്നതായിട്ട് തോന്നും. എത്രയാണ്? 1/16 സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആണ്. ഇനി ഈ അവസാനം തന്നിരിക്കുന്ന ഫോർമുല നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഈ +2 മെയിൻസിന്റെ ആ ഒരു സിലബസ് തന്നതിനകത്ത് 2-3 ഭാഗങ്ങളിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഫോർമുല അല്ലെങ്കിൽ ഫോർമുല റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പഠിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ R=2F എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ പ്രോബ്ലംസ് പ്രത്യേകം പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ ലെൻസിന്റെ ഒരു ഇൻട്രോ കഴിഞ്ഞു. ഇനി R=2F എന്നുള്ള ആ ഒരു ഫോർമുലയിലേക്ക് വരികയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് കോൺവെക്സും കോൺകേവും ലെൻസിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം നമുക്ക് R=2F എന്നുള്ള ആ ഒരു പോർഷനിലേക്ക് വരാം. ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസ് എടുക്കുന്നു അല്ലേ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞേ? ബൾജിങ് ഔട്ട്വേർഡ്സ് അല്ലേ. അപ്പൊ ലെൻസ് വരുമ്പോൾ എന്തായിരിക്കും? ഇതാണ് കോൺവെക്സ് ലെൻസ്. നോക്കിക്കേ, കോൺവെക്സ് ലെൻസ്. ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിൽ ആദ്യം ലൈറ്റ് റേസ് വരുന്നു, തട്ടി റിഫ്രാക്റ്റഡ് ആയിട്ട് റേസ് എല്ലാം കൂടെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ചെന്നിട്ട് കൂട്ടിമുട്ടുന്നു. ഈ പോയിന്റിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ വെറും ഫോക്കസ് എന്ന് വിളിക്കുന്നു. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ വെറും ഫോക്കസ് എന്ന് വിളിക്കുന്നു. അപ്പം ഈ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ? ഇവിടെ റേസ് എല്ലാം കൂടെ കൺവേർജ് ചെയ്യാണ് അല്ലെ. കൺവേർജ് ചെയ്ത് വരുന്നതിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കുന്നത്. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജിങ്. സോ കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ്. ഇനി അടുത്ത കോൺകേവ് നോക്കി. കോൺകേവ് മിററിൽ എന്തായിരുന്നു പറഞ്ഞേ? മിറർ എന്ന് പറഞ്ഞാൽ ബൾജിങ് ഇൻവേർട്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ ഇതാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൽ ലൈറ്റ് റേസ് ഒക്കെ കൂടെ വന്നിട്ട് എന്താണ് പോകുന്നത്? ഡൈവേർജ് ചെയ്ത് പോവുകയാണ് അല്ലെ. ഡൈവേർജ് ചെയ്ത് പോവാണ്. സോ കോൺകേവ് ലെൻസിന്റെ പേരെന്ന് പറയുന്നത് ഡൈവേർജിങ് ലെൻസ് എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺവെക്സ് ആണെങ്കിൽ കൺവേർജിങ്ങും കോൺകേവ് ആണെങ്കിൽ ഡൈവേർജിങ്ങും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു റേ ഡയഗ്രാം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഫാക്ട്സ് ആണ് അറിയേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ ഈ ഓരോ ഫാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ കോൺവെക്സ് ലെൻസ് എടുക്കുന്നു. ഓക്കെ, കോൺവെക്സ് ലെൻസ് എടുക്കുന്നു. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ് അല്ലേ. കോൺവെക്സ് ലെൻസ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഐയിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. അതും ഒരു ലെൻസ് അല്ല, 2 ലെൻസ് ഉണ്ട്. ഓക്കെ, സോ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഇനി അടുത്തത് ഇവിടെ ഉണ്ടാവുന്നത് നമ്മൾ കോൺകേവ് മിററിന്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കോൺകേവ് മിററിന്റെ ഇമേജസിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ്. കോൺകേവ് മിററിന്റെ ആണ്. സോ ഇതേ ഫീച്ചേഴ്സ് ആണ് കോൺവെക്സ് ലെൻസിൽ വരുമ്പോൾ. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കോൺകേവ് മിററിന്റെ ഇമേജസിന്റെ എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ, അത് തന്നെയാണ് കോൺവെക്സ് ലെൻസിന്റെ ഇമേജസിന്റെ പ്രത്യേകത. ഓക്കെ, സോ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. സോ എൻലാർജ് ആയതുകൊണ്ട് തന്നെ അതിനെ മാഗ്നിഫയിങ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. എൻലാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് എങ്ങനെയാണോ അതിനെക്കാട്ടിലും വലുതാക്കിയിട്ടായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നു. എന്ത്? കോൺവെക്സ് ലെൻസ്. ഇനി കൺവേർജിങ് ലെൻസ് ആണ്. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചല്ലേ, കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജിങ് ലെൻസ് ആണ്. അതാണ് ഈ ഒരു പോയിന്റ്. ഇനി മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ കോൺവെക്സ് ലെൻസ് ആണ്. എന്തുകൊണ്ടാണ്? എൻലാർജിങ് അല്ലേ, അതായത് നമ്മൾ ഏത് ഈ ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് വലിയൊരു രൂപമായിട്ടാണ് ഇമേജ് കാണിക്കുന്നത്. സോ അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കോൺവെക്സ് ലെൻസ്. ഇനി ഹൈപ്പർ മെട്രോപ്പിയ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹൈപ്പർ മെട്രോപ്പിയ നമ്മുടെ കണ്ണിന്റെ 2-3 അവസ്ഥകളാണ്. അപ്പൊ ഈ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതിൽ ഒന്ന് ഷോർട്ട് സൈറ്റഡ്നെസ്സും അടുത്തത് ലോങ് സൈറ്റഡ്നെസ്സും.
അതിൽ ലോങ് സൈറ്റഡ്നെസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ളതിനെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ ഒരു വലിയ ഡിസ്റ്റൻസ്, ഇപ്പം രാവിലെ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ചില ദിവസങ്ങളിലൊക്കെ ഇരുന്ന് പേപ്പർ വായിക്കുമ്പം അടുത്ത് വെച്ച് കാണാൻ പറ്റത്തില്ല അല്ലെ, കുറച്ച് ദൂരെ മാറ്റി വെച്ചിട്ടായിരിക്കും അവര് വായിക്കുന്നത് അല്ലെ. സോ ആ ഒരു അവസ്ഥയാണ് ലോങ് സൈറ്റഡ്നെസ്. ഇതിന്റെ സയന്റിഫിക് നെയിമാണ് ഹൈപ്പർ മെട്രോപ്പിയ. അപ്പൊ ഈ ഹൈപ്പർ മെട്രോപ്പിയ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, ഹൈപ്പർ മെട്രോപ്പിയ ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹൈപ്പർ മെട്രോപ്പിയ ഉള്ളവർക്ക് കോൺവെക്സ് ലെൻസ് ആയിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺവെക്സ് ലെൻസ് എങ്ങനത്തെ ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്? റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നിഫൈയിങ് ലെൻസ് എന്നാണ് അറിയപ്പെടുന്നത്. മൈക്രോസ്കോപ്പിലും ടെലസ്കോപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്ന ലെൻസ് ഈ കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ ഈ റേസ് വന്നിട്ട് ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുകയാണ്, അതുകൊണ്ട് അതിനെ കൺവേർജിങ് ലെൻസ് എന്നാണ് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ ഐയിൽ ബൈ കോൺവെക്സ് ലെൻസ് ആണുള്ളത്. പിന്നെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്ന ലോങ് സൈറ്റഡ്നെസ്സിന് വേണ്ടിയിട്ട് പറയുന്ന, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ എന്തൊക്കെയാണോ പഠിച്ചത്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, റേസ് ഒക്കെ ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. മറ്റേടത്ത് എന്തൊക്കെയാണോ നമ്മൾ റിയൽ, ഇൻവെർട്ടഡ്, എൻലാർജ് ഒക്കെയാണ് കോൺവെക്സ് ലെൻസിൽ പഠിച്ചെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർച്വൽ, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. ഓക്കെ, ഇതൊക്കെയാണ് ഇമേജസിന്റെ പ്രത്യേകത. ഇനി അടുത്തത് പറയുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് ദൂരക്കാഴ്ച ക്ലിയർ ആയിട്ട് സാധിക്കാത്തവർക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്. അവർക്ക് ആ വസ്തുവിനെ അടുത്ത് വെച്ചിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. അതിന്റെ സയന്റിഫിക് നെയിമാണ് മയോപ്പിയ. അപ്പുറത്ത് ലോങ് സൈറ്റഡ്നെസ്സിന് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഷോർട്ട് സൈറ്റഡ്നെസ്സിന് മയോപ്പിയ എന്നാണ് പറയുന്നത്. സോ ഈ മയോപ്പിയ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അവസ്ഥയുള്ളവർക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ ഈ ഹൈപ്പർ മെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മയോപ്പിയ കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ വിഷനൊക്കെ, അതായത് ഒബ്ജക്റ്റിനെ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത, ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം. ഒരു ഹെൽത്ത് കണ്ടീഷനാണ്. അപ്പം ഈ അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക് പറയുന്ന അവരുപയോഗിക്കേണ്ട ലെൻസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഓക്കെ, വിഷന് കാര്യമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഈ അസ്റ്റിഗ്മാറ്റിസം കൊണ്ടുണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ട് അതുള്ളവർക്ക് ഉപയോഗിക്കേണ്ട ലെൻസ് ആണ് സിലിണ്ടറിക്കൽ ലെൻസ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കോൺവെക്സ്, കോൺകേവ് ലെൻസിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ R=2F എന്നുള്ള ആ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. നമ്മൾ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും ഏതിലാണെങ്കിലും ഈ R=2F എന്നുള്ള ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ കോൺകേവ് മിറർ എടുക്കുന്നു. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺകേവ് മിറർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മിററിന്റെ പോർഷൻ. ഇതാണ് നമ്മുടെ മിററിന്റെ പോർഷൻ. ഇനി ഈ മിററിന്റെ പോർഷന്റെ ഈ ഒരു സെന്റർ എന്ന് പറയുന്നതിനെ നമ്മൾ പോൾ എന്നാണ് വിളിക്കുന്നത്. പോൾ. ഓക്കെ, ഈ പോളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പം ഇത് മിററാണ്. മിററിന്റെ ആ ഒരു റിഫ്ലക്റ്റിംഗ് പാർട്ടിന്റെ സെന്ററിലുള്ള ആ ഒരു പോയിന്റിനെ നമ്മൾ പോൾ എന്ന് വിളിക്കുന്നു. ഈ പോളിൽ കൂടെ കടന്നു പോകുന്ന ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഇതൊരു സർക്കിൾ ആണെങ്കിൽ, ഓക്കെ, സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഉണ്ടാകും. ഓക്കെ, അതിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ സി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ പോള് പഠിച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് പഠിച്ചു, സെന്റർ ഓഫ് കർവേച്ചർ പഠിച്ചു. അപ്പം ഇതൊരു സർക്കിൾ ആണെങ്കിൽ അവിടുത്തെ സെന്റർ സി ആണെങ്കിൽ
അപ്പൊ ഇവിടത്തെ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിരിക്കും പറയാ? റേഡിയസ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ക്യാപിറ്റൽ ആർ, റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ നമ്മുടെ ആർ ഇസ് ഈക്വൽ ടു 2f എന്നുള്ള ആറാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പൊ എന്തൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയും. കുറച്ചു മുന്നേ ഞാൻ കൺവേർജിംഗ് ലെൻസും ഡൈവേർജിംഗ് ലെൻസും പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കൺവേർജിംഗ് ലെൻസിൽ എന്തായിരുന്നു? കണ്ടോ, ഈ കൺവേർജിംഗ് ലെൻസിൽ എല്ലാ റേസും കൂടെ ഒരിടത്ത് കൺവേർജ് ചെയ്യുന്നു അല്ലെ? അതിന്റെ ആ ഒരു പോയിന്റിന്റെ പേര് എന്താണെന്നാ പറഞ്ഞത്? പ്രിൻസിപ്പൽ ഫോക്കസ്. അതിനെയാണ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അപ്പൊ ഈ ക്യാപിറ്റൽ എഫ് ആണ് നമ്മുടെ ഈ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ നടുക്ക് വരുന്ന ആ ഒരു പോയിന്റ് ആണ് ക്യാപിറ്റൽ എഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ്. നമ്മളിവിടെ ഫോക്കസ് എന്ന് സിമ്പിൾ ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ച്? പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മിററിന്റെ സെന്റർ പാർട്ടാണ്. ഈ സെന്റർ പാർട്ടിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ആക്സിസിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഈ ഒരു മിററിനെ മൊത്തത്തിൽ ഒരു സർക്കിൾ ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. പിന്നെ അതിന്റെ റേഡിയസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നു. ഇനി ഈ റേഡിയസിന്റെ നടുക്ക് മിഡ് പോയിന്റിൽ വരുന്ന പോയിന്റ് ആണ് ഫോക്കസ്. ഓക്കെ, ഇനി ഈ ഫോക്കസും പോളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത്തിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ എഫ്, ഫോക്കൽ ലെങ്ത്. ഇപ്പൊ മനസ്സിലായോ? ആർ ഇസ് ഈക്വൽ ടു 2f എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ 2 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഡബിൾ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോ ഞാൻ കോൺകേവ് മിറർ മാത്രമാണ് പറയുന്നത്. ഇതിന് സിമിലർ ആയിട്ട് തന്നെയാണ് കോൺവെക്സ് മിററും ലെൻസും എല്ലാം ഇതിന് സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഏത് കേസ് എടുത്താലും ഫോക്കൽ ലെങ്ത് ഇൻറ്റു 2 ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെ കാണും? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 എത്ര വരും? 10 സെന്റിമീറ്റർ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആർ ഇസ് ഈക്വൽ ടു 2f എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ച് തീരും. അപ്പൊ നമുക്ക് 2 പ്രോബ്ലം കൂടി നോക്കാം. പ്രോബ്ലം എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 2 പ്രോബ്ലം കൂടി നോക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ഫൈൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഇഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇസ് 5 സെന്റിമീറ്റർ. ഇപ്പൊ എന്താ തന്നിരിക്കുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഫോക്കൽ ലെങ്ത് ഒക്കെ ഒന്ന് ആലോചിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് പോള്, തൊട്ടിപ്പുറത്ത് ഫോക്കസ്, ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, റേഡിയസ് അല്ല, സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ഈ എഫും പിയും ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, അത് 5 സെന്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിയും പിയും വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 5, അതായത് 10 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആണ് ഈ ഒരു കണക്ക്. ഇനി അടുത്ത കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ടേംസ് എല്ലാം അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് നോക്കാം. Find the position of a principal focus from the pole of a convex mirror. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ എടുത്തു. ഇനി പൊസിഷൻ ഓഫ് എ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കസിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എവിടുന്നാ? ഫ്രം പോൾ. പോൾ എന്ന് പറഞ്ഞാല് മിററിന്റെ സെന്റർ പാർട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? സോ പോളിന്റെ അവിടെ നിന്നുള്ള ഈ ഫോക്കസിന്റെ ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണ് അല്ലെ? ഫോക്കസും പോളും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഫ്രം ദി പോൾ ഓഫ് എ കോൺവെക്സ് മിറർ ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് 15 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 15 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അതായത് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 15 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ
സ്മോൾ എഫ് ആണ് കാണേണ്ടത്. എന്താണ്? R is equal to 2F ആണ് അല്ലെ. അപ്പം F is equal to R/2. നമുക്ക് R 15 തന്നിട്ടുണ്ട്. 15 divided by 2 equal to 7.5 centimeter. ഓക്കെ, സോ അപ്പം വളരെ സിമ്പിൾ ആണ്, പ്രോബ്ലംസ് ആണ് എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. R is equal to 2F എന്നുള്ള ഒറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തിലെ പ്രോബ്ലംസ് മൊത്തം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? മിററിനെ കുറിച്ച് പഠിച്ചു അല്ലെ. മിററിൽ തന്നെ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ, ഇത്രയും പോർഷൻ പഠിച്ചു. മിററിൽ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിലുള്ള പ്രതിഭാസം എന്ന് പറയുന്ന റിഫ്ലക്ഷൻ ആണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് R is equal to 2F എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ ലെൻസിൽ ഉള്ള പ്രതിഭാസം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്, അപവർത്തനം. പിന്നെ ലെൻസ് ഏതൊക്കെയാണ്? കോൺകേവ് ലെൻസും കോൺകേവ് ലെൻസും, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, 2 ടൈപ്പ് ഓഫ് ലെൻസും പഠിച്ചു. പിന്നീട് അതിന്റെ കുറച്ച് ഫാക്ട്സുകൾ പഠിച്ചു. ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, അതൊക്കെ നോക്കിപ്പോയി. അസ്റ്റിഗ്മാറ്റിസം, അങ്ങനത്തെ പോർഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. സോ അപ്പം ഇന്നത്തെ ഈ ഒരു ഭാഗത്തോടു കൂടി ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം എന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, സോ അപ്പൊ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.